ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോകൾ ഉപയോഗിച്ച് അവയ്ക്ക് ആവശ്യമായ ടൈറ്റിലുകൾ, ഓഡിയോ ഇവ ചേർത്ത് എഡ്യൂക്കേഷണൽ ആവശ്യത്തിനോ അല്ലാതെയോ ഉള്ള വീഡിയോകൾ വളരെ എളുപ്പത്തിൽ ഒരു പ്രൊഫഷണൽ വീഡിയോ എഡിറ്റർ ആയ കൈൻമാസ്റ്ററിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് കൈൻമാസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യാം. ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴിയും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുന്നു. പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിനായി മധ്യത്തിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആസ്പെക്ട് റേഷ്യോ 16:9 നൽകുന്നു. കൈൻമാസ്റ്ററിൻ്റെ ഇൻ്റർഫേസ് ആണിത്. ഞാൻ എൻ്റെ മൊബൈലിലുള്ള ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് ഇതിലേക്ക് ഉൾപ്പെടുത്തി ഒരു വീഡിയോ തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായി മീഡിയ വലതുഭാഗത്തുമുള്ള മീഡിയ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നിന്ന് മീഡിയ ബ്രൗസറാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മുടെ ഫോൾഡറിലുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്ത് ആവശ്യമുള്ള ഫോട്ടോകളെല്ലാം കൂടി ഒന്നിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഓരോന്ന് വീതമോ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ ഞാൻ ഓരോന്നായിട്ട് ഉൾപ്പെടുത്തുകയാണ്. ആദ്യം ഒരു ഫോട്ടോ ഉൾപ്പെടുത്താൻ പോവുകയാണ്. അവർ മധ്യത്തിലുള്ള പ്രിവ്യൂ ഭാഗത്തും താഴെ ടൈം ലൈനിലും കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ബട്ടണാണിത്. ഫോട്ടോ ആയതുകൊണ്ട് നമുക്കിത് കുറച്ച് വീഡിയോയിൽ ആകർഷകമാക്കാൻ വേണ്ടി ഈ ഫോട്ടോ ടൈം ലൈനിൽ നിന്ന് സെലക്ട് ചെയ്ത് വലത് ഭാഗത്ത് മുകളിലെ രണ്ടാമത്തെ ഓപ്ഷന് പാൻ ആൻഡ് സൂം സെലക്ട് ചെയ്യാം. അപ്പം 2 റെക്റ്റാങ്കിളായിട്ട് വരും. അപ്പോൾ ആ ആദ്യത്തെ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ സ്ക്രീനിലിത് ഫ്ലവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എങ്ങനെ വേണം, നിറഞ്ഞ് നിൽക്കണോ അതോ ആദ്യം എങ്ങനെ വരണം, അതുപോലെ രണ്ടാമത്തേതോ അതെങ്ങനെയായിരിക്കണം. അപ്പോൾ ശരിക്കും അത് അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്നത് ആദ്യം ഒരു ചെറുതായിട്ട് വന്ന് മുകളിലേക്ക് അത് സൂം ചെയ്ത് വരുന്ന രീതിയിലായിരിക്കും. എല്ലാ ഫ്ലവറും കൊണ്ടുവരാം. അതും പാൻ ആൻഡ് സൂം വഴി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പാൻ ആൻഡ് സൂം സെലക്ട് ചെയ്തു. സ്ക്രീനിൽ ഫ്ലവർ സെലക്ട് ചെയ്ത് കൊടുക്കണമെന്ന് നോക്കും. എങ്ങനെ വരണമെന്ന് നോക്കുന്നു. പ്ലേ ചെയ്ത് കാണാം. അടുത്തത് നമുക്ക് ഇതേപോലെ ഉൾപ്പെടുത്താം. മീഡിയ എടുത്ത് മീഡിയ വഴി നമുക്ക് അടുത്തത് എല്ലാം കൂടി ഒന്നിച്ചിങ്ങ് ഉൾപ്പെടുത്താം. ആവശ്യമുള്ളതെല്ലാം ഉൾപ്പെടുത്തുന്നു. ഫോട്ടോ എല്ലാം ഇൻസേർട്ട് ചെയ്യുന്നു. എല്ലാം സെലക്ട് ചെയ്ത് അതുപോലെ ഓരോന്നും സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യുമ്പോഴാണ് ടൈം ലൈനിൽ സെലക്ട് ചെയ്യുന്ന മാത്രം ഒരു യെല്ലോ കളറിൽ വരും. അത് കഴിഞ്ഞിട്ടാണ് പാൻ ആൻഡ് സൂം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓരോ ഫോട്ടോയും അതേ രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോയ്ക്ക് ഒരു ടൈറ്റിൽ നൽകണം. അതിന് നമ്മൾ മീഡിയ സെലക്ട് ചെയ്യുന്നു. മീഡിയ ബ്രൗസറിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടുത്തുന്നു. ഞാൻ ഇവിടെ ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടുത്തി. ഇതിലേക്ക് ടെക്സ്റ്റ് ഉൾപ്പെടുത്താൻ ലെയറിൽ നിന്ന് ടെക്സ്റ്റ് എടുക്കുന്നു. ലെയറിലെ ടെക്സ്റ്റ് എടുത്ത് ടൈപ്പ് ചെയ്യുന്നു. ഫ്ലവേഴ്സ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ ആരോകളിൽ പിടിച്ച് നമുക്ക് സൈസ് വലുതാക്കി കൊടുക്കാം. അതുപോലെ ഭാഗത്തുള്ള എ എടുത്ത് ഫോണ്ട് നെയിം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ കളറ്, ടെക്സ്റ്റിൻ്റെ കളറ് മാറ്റാൻ കത്തയുടെ വലത് ഭാഗത്തുള്ള ഇപ്പം വെള്ളയാണ് കിടന്നത്, അതിൽ നിന്നെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കളറ് മാറ്റി കൊടുക്കാം. അപ്പോൾ യാതൊരു ചലനവും ഇല്ല. ഇനി ചലനം കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് അനിമേഷനാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അനിമേഷൻ സെലക്ട് ചെയ്തിട്ട് കുറേ ഉണ്ട്. അതിൻ്റെ പ്രിവ്യൂ അവിടെ കാണാം. സെലക്ട് ചെയ്ത് ഓരോന്നും സെലക്ട് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് അനിമേഷൻ പോപ്പപ്പ് അങ്ങനെ ഓരോന്നും ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇനി അതേപോലെ സെലക്ട് ചെയ്തിട്ട് അടുത്ത ഔട്ട് അനിമേഷൻ എന്ന് പറയുന്നത് ഔട്ട് അനിമേഷനാണ് മൂന്നാമത്തേത്. അപ്പോൾ അത്
ഇഷ്ടമുള്ള നമുക്ക് ഫെയ്ഡോ ഏതാണെന്ന് വെച്ചാൽ ഓരോ ഇതുകൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ പ്രിവ്യൂ കാണാം. നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്കത് കൊടുക്കാം. അപ്പോൾ ഇൻ അനിമേഷൻ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ആദ്യം നമുക്ക് സ്ക്രീനിലേക്ക് വരേണ്ടതും പിന്നെ സ്ക്രീനിൽ നിന്ന് പോകുമ്പോൾ ഉള്ളതാണ് അനിമേഷൻ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഫ്ലവേഴ്സ് എന്ന ടെക്സ്റ്റിന് ഷാഡോ നൽകാം. ഷാഡോ ചെയ്യുന്നതിന് ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് താഴെയായിട്ടുള്ള ടി എന്നുള്ളതാണ് ഷാഡോ എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്തിട്ട് അത് എത്രമാത്രമാണ് അതിൻ്റെ ഷാഡോ വേണ്ടതെന്നൊക്കെയുള്ള അത് കൊടുക്കണം. നമ്മൾ താഴെ സെലക്ട് ചെയ്ത് പ്ലേ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടുകൾക്ക് ക്ലിപ്പ് ഗ്രാഫിക്സ് നൽകാം. സെലക്ട് ചെയ്തിട്ട് ക്ലിപ്പ് ഗ്രാഫിക്സ് എടുത്ത് ആവശ്യമുള്ള നമ്മളൊരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ അവിടെ കാണുന്നുണ്ട്. ഇതുപോലെ ഓരോ ഇമേജിനും വേണ്ട ടെക്സ്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം. അതിന് ലെയർ എടുത്തിട്ട് നമുക്ക് ടെക്സ്റ്റ് എടുത്തുകൊണ്ട് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗൂഗിൾ ഹാൻഡ് റൈറ്റിങ്ങോ അല്ലെങ്കിൽ മംഗ്ലീഷോ കീബോർഡോ ആണെങ്കിലും നമുക്ക് മലയാളമായാലും ഇംഗ്ലീഷായാലും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇവിടെ ഞാൻ തെറ്റി എന്ന് കൊടുക്കുകയാണ്. തെറ്റി എന്ന് ഇംഗ്ലീഷ് അടിക്കുമ്പോൾ അതിൻ്റെ മലയാളം വരുന്നുണ്ട്. മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ടെക്സ്റ്റ് അവിടെ വന്നു. ഇത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമായ സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കാം. ആവശ്യമായ വലുപ്പത്തിലേക്ക് കൊണ്ടുവയ്ക്കാം. അതുപോലെ വലതു ഭാഗത്ത് നിന്ന് എ സെലക്ട് ചെയ്ത് നമുക്കതിൻ്റെ ഫോണ്ട് എ സെലക്ട് ചെയ്ത് ഫോണ്ടിനെ മാറ്റി കൊടുക്കാം. അതുപോലെ ഇൻ അനിമേഷനും ഔട്ട് അനിമേഷനും എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഇമേജസിനും ആവശ്യമായ ടെക്സ്റ്റുകൾ നൽകി അതിന് ആവശ്യമായ അനിമേഷനുകളും നൽകാം. വീഡിയോ അവസാനിക്കുമ്പോൾ മീഡിയയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ സെലക്ട് ചെയ്തു. എന്നിട്ട് ലെയറിൽ നിന്ന് ടെക്സ്റ്റ് എടുത്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ള താങ്ക്സ് എന്നാണെങ്കിൽ താങ്ക്സ് സെലക്ട് ചെയ്തു. അതിനെ എടുത്തു, ഫോണ്ട് മാറ്റി കൊടുത്തു, കളർ മാറ്റി കൊടുത്തു. പിന്നെ ഇൻ അനിമേഷനും ഔട്ട് അനിമേഷനും ഒക്കെ മാറ്റി കൊടുക്കുന്നു. അതുപോലെ നമ്മൾ ഇൻ അനിമേഷനും കൊടുക്കുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ അതിൻ്റെ താഴെ നിന്ന് മാറ്റി കൊടുക്കുക. എത്ര സെക്കൻഡ് വീതം എന്നുള്ളത് നമുക്ക് ആവശ്യമായിട്ട് മാറ്റി കൊടുക്കാൻ പറ്റും. ഇവിടെ 0.5 to 1.5 കാണിക്കുന്നത്. വീഡിയോയിലേക്ക് വേണ്ട ഓഡിയോ നമുക്ക് ചേർക്കാം. അതിന് ഇവിടെ ഒന്ന് ഓഡിയോ സെലക്ട് ചെയ്ത് നമ്മുടെ മൊബൈൽ ഏത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഏതെങ്കിലും നമുക്ക് മൊബൈലിലുള്ളതാണോ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡൗൺലോഡ്സിൽ ഉള്ള ഏതെങ്കിലും നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഓഡിയോ സെലക്ട് ചെയ്ത് നമ്മൾ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തു. എന്നിട്ട് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഇവിടേക്ക് ആഡ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് സെലക്ട് ചെയ്ത് നമുക്ക് ഏത് ഭാഗം തൊട്ടാണോ ഈ ഓഡിയോ നമുക്ക് വീഡിയോയിൽ വരേണ്ടത് അവിടേക്ക് നമുക്ക് നീട്ടി. ഇപ്പോൾ തുടക്കം മുതൽ വേണമെങ്കിൽ തുടക്കം മുതൽ തന്നെ വെച്ച് കൊടുത്തു. ഇനി ഇവിടെ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് ഓഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്ത് നിർത്തിയിട്ട് അതിനെ കട്ടിംഗ് ടൂൾ എടുക്കാം. കട്ടിംഗ് ടൂൾ എടുത്തിട്ട് ട്രിം വന്നു കഴിഞ്ഞാൽ ട്രിം ടു ദ റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് കൊടുക്കുക. നമ്മളുടെ തന്നെ ഒരു വിവരണമാണ് വീഡിയോയ്ക്ക് നൽകേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വോയിസ് എടുക്കാം. വോയിസ് എടുത്ത് അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണിക്കുന്ന വെയിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം റെക്കോർഡ് ആവുകയാണ്. റെക്കോർഡ് നമ്മൾ ചെയ്യേണ്ട എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നിന്ന് ടിക്കും കൊടുക്കുക. വോയിസ് വഴി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കൈൻമാസ്റ്റർ എന്ന രീതിയിലായിരിക്കും അവിടെ വരുന്നത്. നമുക്ക് എവിടെ നിന്നാണോ വിവരണം വേണ്ട ആ ഭാഗത്തേക്ക് നമ്മൾ ആ കൈൻമാസ്റ്റർ വഴി റെക്കോർഡ് ചെയ്ത വോയിസ് ക്ലിപ്പ് നമ്മൾ മാറ്റി വയ്ക്കുന്നു. അപ്പം മറ്റേ നമ്മൾ ഉൾപ്പെടുത്തിയ ഓഡിയോയും അപ്പം ഉള്ള വീഡിയോയും തമ്മിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഭാഗങ്ങളിൽ നിന്നാണ് വരേണ്ടതെന്നനുസരിച്ച് നമുക്ക് മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പം വിവരണം തീർന്നു കഴിഞ്ഞാണ് മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. ഇനി
ഓഡിയോ വീഡിയോയിൽ മൊത്തം നമുക്ക് നമ്മുടെ തന്നെ വിവരണമാണോ വേണ്ടതെങ്കിൽ അതുമാത്രം ഉൾപ്പെടുത്തിയാൽ മതിയാകും. വീഡിയോ ഇനി എക്സ്പോർട്ട് ചെയ്യാം. അതിന് എക്സ്പോർട്ട് ബട്ടൺ വലതുഭാഗത്ത് മുകളിലായിട്ടുണ്ട്. ചില മൊബൈലുകളിൽ ഇടതുഭാഗത്ത് ഷെയർ ബട്ടൺ ആയിരിക്കും. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പോർട്ട് ആൻഡ് ഷെയർ വന്നു. നമുക്ക് എക്സ്പോർട്ട് കൊടുക്കാം. ഈ റെസൊല്യൂഷനൊക്കെ സെലക്ട് ചെയ്തിട്ട് റെസൊല്യൂഷൻ അവർ ഓരോ ആവശ്യം അനുസരിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. എക്സ്പോർട്ടായി ഗാലറിയിലെ എക്സ്പോർട്ട് ഫോൾഡറിൽ ഉണ്ടാവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഓക്കെ, താങ്ക് യു.